പ്യാരെ ബച്ചോ ആദാബ്. നമ്മുടെ മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ സ്റ്റഡി ടൈമിംഗ് ആണ് അല്ലേ. ഈ ഒരു സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ SSLC മോഡൽ എക്സാം ഉറുദു ക്വസ്റ്റ്യൻ പേപ്പർ വലിയ പ്രയാസമൊന്നുമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ SSLC മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഒന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെ ഉത്തരം എഴുതണം, എത്രയാണ് അതിൻ്റെ സ്കോർ, സമയം എന്നിവ നമ്മൾ പരിഗണിച്ചിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, A അല്ലെങ്കിൽ B എന്നുള്ള ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ 15 ഈ കൂൾ ഓഫ് ടൈമിൻ്റെ സമയം നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ. ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് നമ്മുടെ ഗസലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതായത് ഗസലിൽ നിന്നുള്ള ഒരു ഷെയർ തന്നിട്ട് അതിൻ്റെ ഷായർ ആരാണെന്നുള്ള ചോദ്യമാണ് വന്നത്. വളരെ സിമ്പിളായിരുന്നു. നമുക്ക് ആകെ ഒരു ഗസലേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഗോപാൽദാസ് നീരജിൻ്റെ ഷെയറായിരുന്നു അത്. ഇനി രണ്ടാമത്തെ ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കുന്ന മുക്കാലിമ അല്ലേ. അതായത് ഏതെങ്കിലും ഒരു കഥയിലെ ഒരു ഡയലോഗ് തന്നിട്ട് ഇതാര് പറഞ്ഞു, കിസ്ക മുക്കാലിമ ഹേ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള ഹാലെ ജാൻ്റെ ഒരു ഡയലോഗായിരുന്നു വന്നിരുന്നത്. ബേട്ടാ തും മുझे रुपए दे दिया करो, मैं अपना अलग पका लूँगी. ഇത് ഹാലെ ജാൻ്റെ ഡയലോഗായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ കഹാനികളുടെ എല്ലാ ഡയലോഗ്സുകളും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കഹാനികളുടെ കഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡയലോഗ് വന്നാലും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയും ആരുടെ ഡയലോഗാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യുക, എല്ലാ കഥകളുടെ എന്താണ് ആ കഥകൾ എന്നുള്ളതും അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും അവരുടെ എല്ലാ ഡയലോഗ്സുകളും നമ്മൾ ശ്രദ്ധാപൂർവം ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും നമുക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമായിരുന്നു. അതായത് 4 കൗലുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിലൊരു കൗല് നമുക്ക് എല്ലാ എക്സാമിനും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ 4 കൗലുകളും ആരാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും കോഡ് വെച്ചിട്ടെങ്കിലും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള കോട്ട് ഇതായിരുന്നു, ആസാദി മേര പൈദായിഷി ഹക്ക് ഹേ, ഈ കിസ് കൗമി റഹ്നുമാക്ക കൗൽ ഹേ. ആരുടേതാണ്? ബാല ഗംഗാധർ തിലക്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു നമ്മുടെ 1 ആണോ 2 ആണോ ശരി, അതോ 2 ആണോ 3 ആണോ ശരി, ആ ടൈപ്പിലുള്ളൊരു ചോദ്യമായിരുന്നു. 4 ജുംലകളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ, ഏത് ഓപ്ഷൻസാണ് ശരി എന്നുള്ളതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്, നമ്മൾ എടുത്തെഴുതേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് വായിക്കാം. അംബേദ്കർ ദസ്തൂര ഹിന്ദ് കാ മൊഹിമാർ ഹെ. അത് ശരിയാണ്. അതായത് അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ്. അംബേദ്കർ ഹിന്ദുസ്ഥാൻ കെ പെഹലെ വസീർ താലീം ഹെ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അംബേദ്കർ. അത് തെറ്റ് അല്ലേ. പിന്നെ അതിൽ മൂന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു, അംബേദ്കർ കി നസർ മേ ജാത്ത് പാത്ത് और भेदभाव बेईमानी है. അത് ശരിയാണ് അല്ലേ. അംബേദ്കർ കി ജമാനെ മേ ജാത്ത് പാത്ത് और ना बराबरी नहीं था. അത് ഉണ്ടായിരുന്നു അല്ലേ, ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്നത്തെ ജാതീയ വ്യവസ്ഥയെ പിന്നെ എന്താണ് തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളെല്ലാം അന്ന് നിലനിന്നിരുന്നതായിരുന്നു. അപ്പോൾ അന്ന് അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെഹീഹെ എന്നാണ്. അപ്പോൾ ആ ഒരു ജുംല തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏക്ക് और 3 സഹീഹെ, അതായത് സി ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യന് A or B ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും സെയിം ടൈപ്പിലുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു മുക്കാലിമ തന്നിട്ട് ഇത് ആരോട് പറഞ്ഞു എന്നുള്ള ചോദ്യമായിരുന്നു. കോൻ കിസ്സെ കഹ്താ ഹെ. അതിൽ 5ൽ A നോക്കാം. ഹുസൂർ മേം അബ് അന്താ നഹീ ഹൂം, മേരി ബൈനായി വാപ്പസ് ആ ഗയി ഹെ. അതായത് ഇപ്പോൾ ഞാൻ അന്ധനല്ല, എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ മൈൻഡിൽ നമുക്ക് എത്തും ഏത് ചാപ്റ്ററിൽ നിന്നാണ്, നമ്മുടെ സംഗീത് കാ കരിഷ്മ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ഹക്കീം ഖാന് ബാദ്ഷയോട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് അല്ലേ. ഹക്കീം ഖാനെ ബാദ്ഷാ സെ കഹ. ഇനി അതിൽ B ക്വസ്റ്റ്യൻ നോക്കൂ. ഭയ്യ ജബ് സെ തുമ്നെ മേരി പഞ്ചായത്ത് കി ഹെ
മീ ദിൽ സെ തുമാര ദുഷ്മൻ ത. ഇത് അവസാന പഞ്ചായത്ത് ഏക മുക്കാലിമാഹെ നമുക്ക് അവിടെ ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോൻ കിസ്സെ കത്താഹെ, ഇത് ആര് ആരോട് പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഭയ്യ ജബ് സെ തുമ്നെ മേരി പഞ്ചായത്ത് കീ ഹെ, അതായത് ഭയ്യ നീ സഹോദര, നീ എപ്പോഴാണോ എൻ്റെ പഞ്ചായത്ത് നടത്തിയത് ആ സമയത്ത് ദിൽസെ തുമാര ദുഷ്മൻത, ദിൽസെ തുമാര ദുഷ്മൻത, ഞാൻ മനസ്സുകൊണ്ട് നിന്റെ ശത്രുവായിരുന്നു. ഈ ഒരു ഡയലോഗ് പറഞ്ഞത് ആരാണ്? ജുമ്മൻ ഷെയ്ഖിനെ അപ്പനെ പുരാനെ ദോസ്ത് അൽഗു ചൗധരി സെ കഹെ അല്ലേ കഹ. അവരെ ജുമ്മൻ ഷെയ്ഖ് തൻ്റെ നല്ല പുരാനെ ദോസ്തായിട്ടുണ്ടായിരുന്ന അൽഗു ചൗധരിയോടാണ് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ആറാമത്തെ ചോദ്യത്തിൽ നമുക്ക് എ ഓർ ബി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എ, ബുഡിയ ने हजरत तलहा से कहा एक बेटा था वो भी अल्लाह का प्यारा हो गया. ഇത് ടീച്ചർ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുഹാവിറകൾ, അതേപോലെ തന്നെ റോസ്മറ, ഈ ഒരു ഭാഗത്തു നിന്നും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന റഹ്നുമാക്കളുടെ ആവുന്നൊരു 4 കൗലുകൾ, അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഏതെങ്കിലും ഒരു മുക്കാലിമ തന്നിട്ട് അതിൻ്റെ കിർദാർ ആരാണെന്ന് ചോദിക്കും, ഏത് കഥാപാത്രത്തിൻ്റെ ഡയലോഗാണെന്നുള്ളത്. അതേപോലെ ഒരു ഷെയർ തന്നിട്ട് അതിൻ്റെ ഷായർ ചോദിക്കാം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. കാരണം നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ബുഡിയാനെ ഹസ്രത്ത് തൊൽഹാസെ കഹ, ആ ബുഡിയ ഹസ്രത്ത് തൊൽഹ അലി അള്ളാഹുവിനോട് പറഞ്ഞു എന്ത്, ഏക്ക് ബേട്ടാത്ത, എനിക്കൊരു മോനുണ്ടായിരുന്നു, വോ ബി അള്ളാഹ് ക പ്യാര ഹോ ഗയ, അവൻ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനായി. അത് പറഞ്ഞാൽ അള്ളാഹ് ക പ്യാര ഹോന ഏക്ക് മുഹാവിറാഹെ, അതൊരു മുഹാവിറയാണ്. ഉസ്ക മത്ലബിക്കാഹെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന്, അതിൻ്റെ ആശയം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മകൻ എന്താണ്? ഇന്തിക്കാൽ ഹോ ഗയ അല്ലേ, ആ മകന് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തതിൽ ഫൈസല സുൻതേഹി അൽഗു ചൗധരി ഫൂലേൻ ന സമായ, അതായത് തീരുമാനം കേട്ടപ്പോൾ അൽഗു ചൗധരിക്ക് ഫൂലേൻ ന സമായ എന്ന് പറഞ്ഞാൽ ബഹുത് ഹുഷ് ഹോന എന്നുള്ള ഒരു മൈനയാണ്. അതായത് സന്തോഷം കൊണ്ട് മതിമറക്കുന്ന ഒരു സംഭവമല്ലേ, ആ ഒരു പ്രയോഗമാണ് ഫൂലേൻ ന സമായ എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ മത്തലവ് എന്ന് പറയുന്നത്, ബഹുത് ഹുഷ് ഹോന. ഇനി ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു, നശ എക്ക് സമാജി ലയനത്തെ ഹെ ഈ ജിന്ദഗി കോ തബാ കർത്താ ഹെ. ലഹരി എന്താണ്? ഒരു സാമൂഹിക വിപത്താണ്, ഇത് ജീവിതത്തെ നശിപ്പിക്കുന്നു. ബച്ചോ നശെ കെ ഖിലാഫ് ലോഗോ കോ ബേദാർ കർനെ കെ ലിയെ മുനാസിബ് ദോ നായരെ തയ്യാർ കീജിയെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. മുന്നേ നമ്മുടെ പ്രീ മോഡൽ ടെസ്റ്റിലും ഇതേ ടൈപ്പിലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നശ ഹമാരി ബർബാദി ഹെ. അപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് 3 വളരെ സിമ്പിളായിട്ടുള്ള 3 നായരകളാണ്. നശ ഹമാരി ബർബാദി ഹെ, അതായത് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ നാശം തന്നെയാണ്. നശ ചോടോ, അതായത് ലഹരി ഉപേക്ഷിക്കൂ, ജിന്ദഗി ബച്ചാവോ, ജീവിതത്തെ രക്ഷിക്കൂ. പിന്നെ നശ ഏക് സമാജി ലയനത്ത് ഹെ. പിന്നെ 9ാമത്തെ ചോദ്യം, मगर आज मुझे मालूम हुआ कि पंचायत की मसनद पर बैठ कर न कोई किसी का दोस्त होता है न दुश्मन. അതായത് പക്ഷേ ആജ് മുജെ, ഇന്ന് എനിക്ക് മാലൂം ഹുവാക്കെ, എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞു എന്താണ്? പഞ്ചായത്തിക്ക് മസ്നിദ് പർ, അതായത് പഞ്ചായത്ത് എന്ന് പറയുന്ന ആ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ ഇന്ന കോയി കിസി കാ ദോസ്ത് ഹോത്താ ഹെ ഇന്ന ദുഷ്മൻ, ആരുടെയും ഫ്രണ്ട് ആവാനും കഴിയില്ല, അതേപോലെ തന്നെ ആരുടെയും ശത്രു ആവാനും കഴിയില്ല. ഇൻസാഫ് കെ സിവ ഓർ ഉസെ കുച്ച് നെഹിം സോച്ച്ത, നമ്മൾ നീതിയല്ലാണ്ട് അതിനേക്കാളും മറ്റൊന്നിനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അതായത് നീതിയാണ് അവിടെ പ്രധാനം എന്നാണ് അവർ പറയുന്നത്. ബച്ചോ ജുമ്മൻ ഷെയ്ഖ് ഐസ ക്യോം കഹത്ത, എന്തുകൊണ്ട് ജുമ്മൻ ഷെയ്ഖ് അങ്ങനെ പറയുന്നത്? ആപ്കെ രായെ പേഷ് കീജിയെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. മേരെ രായ മേ ദോസ്തി സെ ജ്യാദ അഹം ചീസ് ഇൻസാഫ് ഹെ, അതായത് ദോസ്തി സെ ജ്യാദ, ചെങ്ങാത്തത്തെക്കാളും, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാളും അഹം ചീസ്, പ്രധാനപ്പെട്ട ഒരു സംഭവം എന്തുതന്നെയാണ്? ഇൻസാഫ് ഹെ, നീതി തന്നെയാണ്. അദിൽ കെ സാമ്നെ, നീതിയുടെ കാര്യത്തിൽ അവിടെ ഒരു പേഴ്സണൽ നമ്മുടെ ഫീലിങ്സോ അതേപോലെ തന്നെ ഇഷ്ടമോ നാ പസന്ത്, ഇഷ്ടമില്ലായകയോ കോയി താലൂക്കാത്ത എന്തെങ്കിലും ബന്ധങ്ങൾക്കോ അഹ്മിയത്ത് നെഹിയെ, അവിടെ ഒരു പ്രാധാന്യവും ഇല്ല. പഞ്ചായത്ത് കാ കിർദാർ സിർഫ് ഇൻസാഫ് ഫറാഹം കർണ ഹെ, പഞ്ചായത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു നീതി നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, പക്ഷേ അത് ഒരു ഫുട്ബോൾ പ്ലെയറിനോട് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ചോദ്യങ്ങളായിരുന്നു തയ്യാറാക്കേണ്ടിയിരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ക്രിക്കറ്റ് खिलाड़ी വിരാട് കോഹ്ലി से इंटरव्यू करने का मौका मिला तो उनसे क्या क्या सवाल करेंगे. നമുക്ക് ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള വിരാട് കോഹ്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 3 ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കിയാൽ മതി. അതിൽ ഇഷാരകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ചോദ്യപദങ്ങളായിട്ട്. കോൺ, ക്യാ, കഹാം, കബ്, കൈസെ. അല്ലെ, ഇത് വെച്ചിട്ട് നമുക്ക് 3 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആപ്കാ റോൾ മോഡൽ കോൻ ഹേ. നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ഇത് നമുക്ക് ഏതൊരാളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വന്നാലും നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. എല്ലാ ടൈപ്പിലും എഴുതാൻ പറ്റിയൊരു ചോദ്യമാണ്. പിന്നെ ആപ് കൈസെ യഹാം പഹുഞ്ച് കെ. നിങ്ങൾ എങ്ങനെ ഈ ഒരു സ്ഥാനത്തെത്തി എന്നുള്ളത്, ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു നില വരെ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത് എന്നുള്ള ആ ഒരു ചോദ്യം. മൂന്നാമത്തത് ആപ്കാ സബ്സെ പസന്ദീദ മാച്ച് കോൺസ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാച്ച് ഏതായിരുന്നു? നാലാമത്തത് ഹം ബച്ചോं के लिए आपका नसीहत क्या है. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപദേശം എന്താണ്? ഈ ഒരു ചോദ്യം നമുക്ക് എല്ലാ ഇൻ്റർവ്യൂസിലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അതേപോലെ ആപ് കൈസെ യഹാം പഹുഞ്ച് ഗയ എന്നുള്ള ആ ഒരു ചോദ്യം, ആപ്കാ റോൾ മോഡൽ കോൻ ഹെ. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ മക്കൾ തീർച്ചയായിട്ടും ബൈ ഹാർട്ടാക്കിയിട്ട് തന്നെ പഠിക്കാം. ഏത് ടൈപ്പുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ 3 അതിൽ ഉൾപ്പെടുത്താം. അടുത്ത 2 ചോദ്യങ്ങൾ എ ഓർ ബിയിൽ 2 ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ലൈക്കോറിനെ ബാദशाह से कहा मुल्क की तौसीह के साथ साथ रियाया की खुशहाली का भी ख्याल रखिए. അതായത് ലൈക്കോർ ബാദഷയോട് പറയാണ് മുൽക്ക് കെ തൗസീക്ക് സാത്ത് സാത്ത്, നമ്മൾ രാജ്യത്തെ വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രജകളുടെ ഹൂഷാലി, അവരുടെ സന്തോഷാവസ്ഥയും അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, അവരെ കുറിച്ചിട്ടുള്ള ഒരു ഖയാൽ നമുക്ക് ഉണ്ടായിരിക്കണം. മൗജൂദ ദൗർമിൽ ലൈക്കോർക്ക് ഉസ് കൗൽക്ക ക്യാ അഹ്മിയത്ത് ഹെ. ഇന്നത്തെ നമ്മുടെ നിത്യജീവിതത്തിലെ ലൈക്കോറിൻ്റെ ഈ വാക്കുകളുടെ പ്രാധാന്യം എന്താണ്? തജ്സിയ കർക്കെ ലിഖിയെ. നമ്മളോട് അതിനെ വിശകലനം ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ നോക്കൂ, ബുഡിയാനെ ധീമി ആവാസ് മേ കഹാക്കെ. ബുഡിയ വളരെ പതിഞ്ഞ, അതായത് സങ്കടം കലർന്ന സൗണ്ടിനെ നമ്മൾ ധീമി ആവാസ് എന്ന് പറയാം. അങ്ങനെ ആ ഒരു ബുഡിയ പറയാണ് ഹർ റോസ് രാത് കോ എക് ആദ്മി ആത്താ ഹെ. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു മനുഷ്യൻ വരാറുണ്ട്. മേരി ദേഖ്ഭാൽ കർത്താ ഹെ. എൻ്റെ പരിചരണം മുഴുവൻ ചെയ്യുന്നു. അവർ ഖാനാ ഖിലാക്കർ ചലാ ജാത്ത. എന്നെ ഭക്ഷണവും കഴിപ്പിച്ചിട്ട് അദ്ദേഹം നടന്നു പോകുന്നു. ബച്ചോ ഇസ് ഹാക്കിം കോ അപ്പനെ റിയായ കെ സാത്ത് കൈസ സലൂക്ക് കർനാ ചാഹിയെ. നമ്മളെ റിയായക്ക് ഖിദ്മത്ത് എന്നുള്ള ആ ഒരു ചാപ്റ്ററിലുള്ള ആ ഒരു പിന്നെ ഡയലോഗാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഏക് ഹാക്കിം, ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ പെരുമാറാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും മുന്നേ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ അതിൻ്റെ ആൻസറും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് एक हाकिम को अपनी रियाया के साथ कैसा सलूक करना चाहिए. इस कहानी की रोशनी में आप अपनी राय पेश कीजिए. मेरी राय पर उस कहानी की रोशनी में एक हाकिम को अपनी रियाയ के साथ अच्छा सलूक करना चाहिए. അതായത് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാക്കിം എപ്പോഴും ചിന്തിക്കേണ്ടത്. एक हाकिम अपनी रियाയ की खिदमत पर ज़्यादा ध्यान रखना चाहिए. ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളുടെ സേവനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. और एक इंसाफ पसंद രാജാ यानी हाकिम होना चाहिए. ഒരു നീതിമാനായ ഭരണാധികാരിയെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. अपने रियाया के हर मुश्किलों पर एक मददगार बनना चाहता है. അതായത് പ്രജകളുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും ഒരു മദദ്ഗാറായിട്ട് മാറണം. അവർ ഉൻകെ ജറൂരത്തോം പർ ഹയാൽ രഖനാ ചാഹിയെ. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അത്യാവശ്യങ്ങൾ എന്താണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ചിന്തയുണ്ടായിരിക്കണം. രാത് ദിൻ ഉൻകെ ബലായി കെ ലിയെ ഖിദ്മത്ത് കർനാ ചാഹിയെ. അതായത് ദിവസവും രാത്രിയും എല്ലാ സമയത്തും അവരുടെ അതായത് നമ്മുടെ
പ്രജകളുടെ സേവനത്തിന് അവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. ഇതിലൊരു 3-4 പോയിൻറ്റ്സുകൾ പഠിച്ചു വെക്കുക. നമുക്ക് ഈ ടൈപ്പിലാണ് നമ്മുടെ ചോദ്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ ടൈപ്പിലും ഉത്തരങ്ങൾ എഴുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലൈക്കോറിൻ്റെ ആ കൗലിനെ കുറിച്ച് ഇന്നത്തെ മൗജൂദ ദൗറിലുള്ള പ്രാധാന്യം എന്താണെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ लाइकोर की इस कौल मौजूदा दौर में बहुत ज़्यादा अहमियत है. ലൈക്കോറിൻ്റെ ആ ഒരു കൗല് ഇന്നത്തെ ജീവിതത്തോട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ്. ആജ് की हुकूमत मुल्क के तवसी से ज़्यादा रियाया की खुश हाले का ख्याल रखते हैं. അതായത് ഇന്നത്തെ ഭരണാധികാരികൾ ഭരണം എന്ന് പറയുന്നത് രാജ്യത്തെ വെട്ടിപ്പിടിച്ചടക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രജകൾക്കുള്ള അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ടുള്ള ഭരണങ്ങളാണ് ഇന്നുള്ളത്. ക്യോങ്കി ആജ് की हुकूमत എന്തുകൊണ്ടെന്ന് ഇന്നത്തെ ഭരണം താലീം സിഹത്ത് ഔർ ഇൻസാഫ് പർ ജ്യാദ തവജ്ജ ദേത്തെ ഹെ. നമ്മുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതേപോലെ നീതിപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ വളരെയധികം തവജ്ജ ദേത്തെ ഹെ, ശ്രദ്ധ നൽകുന്നുണ്ട്. ഉസ്ലിയെ ഹമാരി മുൽക്ക് മേ ഗരീബി ദൂർ കർനെ കോ സക്തേ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. നമ്മുടെ ഹവ എന്ന് പറഞ്ഞിട്ടുള്ള നസ്മിൽ നിന്ന് മത്ലബ് എഴുതാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നസ്മാണ് നമ്മുടെ ഹവ, അല്ലെ നമ്മുടെ ഷഫീദ്ദീൻ നയ്യർ എഴുതിയിട്ടുള്ള നമ്മുടെ ഹവ എന്ന് പറഞ്ഞിട്ടുള്ള നസ്മ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓരോ ഷെയർ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. ഇവിടെ നോക്കൂ, ഹമാരെ ലിയെ ഓർ ബാവോ മിഞ്ചാക്കർ ഈ ലായി ഹെ ഫൂലോം കി ഖുഷ്ബു ഉടാക്കർ. അതായത് നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ള പൂന്തോട്ടങ്ങളിൽ പോയിട്ട് ഈ ലായി ഹെ, ഈ ഹവ ലായി ഹെ ക്യാ ഹെ ഫൂലോം കി ഖുഷ്ബു, പൂക്കളിലെ സുഗന്ധം ഉടാക്കർ, അല്ലേ, അതും കൊണ്ടാണ് സുഗന്ധം കൊണ്ടാണ് നമുക്ക് വരുന്നത്. और സമുദ്ര സെ ആയി തോ സൗഗാത്തിലായി ഹെ. ഇനി അത് സമുദ്രത്തിൽ പോയി തിരിച്ചു വരികയാണെങ്കിലോ നമുക്ക് ക്യാലായി ഹെ, സൗഗാത്തിലായി ഹെ. സൗഗാത്ത് എന്ന് പറഞ്ഞാൽ ഇനാം, അല്ലേ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൗഗാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാനം. മിഠാനേക്കോ ഗർമിക്ക് ബർസാത്ത് ലായി. അതായത് ഇവിടെ ഗർമി മിഠാനേക്കോ ഓ ബർസാത്ത് ലായി ഹെ. അതായത് ചൂടിനെ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മഴയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മത്ലബ് നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആവും. അതും ഒന്ന് കണ്ടിട്ട് അതിൻ്റെ മത്ലബൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ. 13ാമത്തെ ചോദ്യം നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്കൊരു പോസ്റ്റർ തന്നിട്ട് അതിൽ നിന്നും ഒരു അഖ്ബാരി റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പം ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 4 മാർക്ക് തീർച്ചയായിട്ടും ഫുള്ള് നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. കാരണം വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. എല്ലാ സംഗതികളും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനെല്ലാം നമ്മൾ പാസ്റ്റാക്കിയിട്ടൊന്ന് എഴുതി കൊടുത്താൽ അഖ്ബാരി റിപ്പോർട്ടായി. എന്താ അഖ്ബാരി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? പത്രവാർത്ത, അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചോദ്യം എന്തായിരുന്നു? ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ മുകളിൽ തന്നെ ഒരു അഖ്ബാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസ്റ്ററാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു മാതൃക തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റർ തയ്യാറാക്കുക. കാരണം നമുക്ക് ആ പോസ്റ്ററിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള എല്ലാ സംഗതികളും അതിലുണ്ട്, അല്ലേ. ആ ഹെഡിങ് കൊടുക്കുക, അത് എന്താണ് നമുക്ക് ഹെഡിങ് കൊടുക്കേണ്ടത് എന്നുള്ള നമ്മുടെ ചോദ്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സംഗതി മാറ്റി കൊടുക്കുക. പിന്നെ എവിടെയാണ് സ്ഥലം, ഡേറ്റ്, പിന്നെ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ഘാടനം, അല്ലേ. പിന്നെ സദാരത്ത് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ. പിന്നെ ഇവിടെ ഗസൽ കി പേഷ്കശാണ്. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് നമുക്ക് ഒരു പോസ്റ്റർ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ചോദ്യമാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ പബ്ലിക് എക്സാമിനും ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടിയതുകൊണ്ട് മക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റർ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പോസ്റ്ററാണോ, അഖ്ബാർ റിപ്പോർട്ടാണോ, സഫർനാമയാണോ, എന്താണ് എഴുതാൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ ചോദ്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. ചോദ്യം വായിച്ചാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് തയ്യാറാക്കേണ്ടത്. ഇനി
നമ്മുടെ ബി ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വർസിഷ് ഓർ മുത്തവാസിൻ ഗസ എന്നുള്ള ആ ഒരു ടോപ്പിക്കിലായിരുന്നു നമുക്ക് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഒൻവാൻ എന്നുള്ള സംഗതി, അതായത് ടൈറ്റിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, വർസിഷ് ഓർ മുത്തവാസിൻ ഗസ. ഒരു മക്കാമ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കൊടുക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കൊടുക്കാം, ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതേപോലെ തന്നെ സദാരത്ത് ക്ലാസ് ആരാണോ ഇവിടെ എടുക്കുന്നത് അപ്പോൾ അയാളുടെ പേരും നമ്മളവിടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ 4 മാർക്ക് കംപ്ലീറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കും. ഇനി 14ാമത്തെ ചോദ്യം നമ്മുടെ ഒരു സഫർനാമ എഴുതാൻ, അതായത് നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്ററുമായിട്ട് ബേസ് നൈൽ കെ സാഹിൽ പർ എന്നുള്ള ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. തീർച്ചയായിട്ടും ഒരു സഫർനാമ എന്നൊക്കെ എഴുതാനുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സഫർനാമ നമ്മൾ പഠിച്ചിരിക്കണം. മലയാളം കെ മഷൂർ അദീബ് ഇസ്കെ പുറ്റക്കാട് ക സഫർനാമ നൈൽ കെ സാഹിൽ പർ ആപ്നെ പഠാഹേന അല്ലേ. നമ്മൾ മലയാളത്തിലെ ഫേമസ് ആയിട്ട് നമ്മുടെ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിൻ്റെ സഫർനാമയായിട്ടുള്ള നൈൽ കെ സാഹിൽ പർ അല്ലെ, നൈൽ നദിയുടെ തീരത്ത് ആപ്പിനെ പഠാഹേന നിങ്ങൾ പഠിച്ചിട്ടില്ലേ. ഇഷാരും കെ മദ്സെ ആപ്കെ കിസേ എക് സഫർ കെ തജുർബാത്ത് ദിൽകഷ് അന്താസ് മേ പേഷ് കീജിയെ. അവിടെ താഴെ കുറച്ച് നമുക്ക് സൂചകങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു യാത്രയുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സഫർനാമ തയ്യാറാക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മസ്റ്റാണ്, തീർച്ചയായിട്ടും നമ്മളൊരു സഫർനാമ എഴുതാൻ പഠിച്ചിരിക്കണം. ഇനി നോക്കൂ, അതിലുള്ള ഇഷാരകൾ എന്തൊക്കെയാണ്. താരിഖ്, ഹംസഫർ, അതായത് താരിഖ് എന്ന് പറഞ്ഞ ഡേറ്റ്, ഹംസഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ട് നമ്മുടെ വീട്ടുകാരോട് എത്താണോ, അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ, ടീച്ചേഴ്സിൻ്റെ കൂടെയാണോ, എങ്ങനെയാണ് നമ്മൾ ആ യാത്ര ആരുടെ കൂടെയാണോ പോയത് എന്നുള്ളതാണ് എഴുതേണ്ടത്. പിന്നെ സഫർക്ക് തെജുർബാത്ത്, അവിടെ യാത്രയിലുണ്ടായിരുന്ന അനുഭവങ്ങൾ. ഫിത്രി മനാസർ, ആ ഒരു നസാർ, അവിടെ കണ്ടിട്ടുള്ള നമ്മുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള ആ ഒരു കാഴ്ചകൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടാണ് നമ്മളൊരു സഫർനാമ എഴുതേണ്ടത്. ഇവിടെ ടീച്ചർ തന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിൽ മൈസൂരിലേക്ക് പോയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു സഫർനാമയുണ്ട്. അതിലൊരു ചാപ്റ്ററാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സഫർനാമ പഠിച്ചു വെക്കാം. ഇവിടെ നോക്കൂ, സുബഹ് 5 ബജെ ബസ് സ്കൂൾ സെ മൈസൂർ കി തരഫ് റവാന ഹുയി. അതായത് അതിരാവിലെ സുബഹയ്ക്ക് 5 മണിക്ക് ബസ് സ്കൂളിൽ നിന്ന് മൈസൂരിലേക്ക് പുറപ്പെട്ടു. ഹം സബ് ബഹുത് ഹോഷ് തെ, ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു. ഗാഡി വയനാട് സെ ഹോത്തെ ഹുയെ 8:30 ബജെ തക് സുൽത്താൻ ബത്തേരി പഹുഞ്ചി. അപ്പോൾ വാഹനം ഏതിലൂടെ പോയത്, വയനാട്ടിലൂടെ പോയി. 8:30 മണിയായപ്പോഴത്തേക്കും എവിടെ എത്തി, നമ്മുടെ സുൽത്താൻ ബത്തേരി പഹുഞ്ചി അവിടെ എത്തി. വഹാം ഹം സബിനെ നാഷ്താക്കിയ, ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ഉസ്കെ ബാദ്, അതിനുശേഷം ഹം മുത്തങ്ങ ജംഗിൾ പഹുഞ്ചി, ഞങ്ങൾ മുത്തങ്ങ വനത്തിൽ എത്തി. ജംഗിൾ ബഹുത്ത് ഹി ഖൂബ്സൂരത്ത് താ, ആ ജംഗിൾ വളരെയധികം നല്ല ഭംഗിയുള്ളതായിരുന്നു. ജംഗിൾ കാ നസാര കർണേക്കെ ബാദ്, അപ്പോൾ ആ ജംഗിളിലുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഹം മൈസൂർ പഹുഞ്ചി, ഞങ്ങൾ മൈസൂരിലെത്തി. വഹാം പഹുഞ്ചിക്കർ ഹം ചിടിയാഘർ ഗേ, ചിടിയാഘർ എന്ന് പറഞ്ഞാൽ മൃഗശാല, അവിടെ നിന്നും ഞങ്ങൾ പിന്നെ എവിടേക്ക് പോയി, മൃഗശാലയിലേക്ക് പോയി. യഹാ മുഖ്തലിഫ് കിസ്മ കെ ജാൻവർ ഓർ പരുന്തെ മൗജൂദ് ഹെ, അവിടെ വ്യത്യസ്ത തരത്തിലുള്ള പല വിഭാഗത്തിലുള്ള മൃഗങ്ങളുണ്ടായിരുന്നു, പക്ഷികളുണ്ടായിരുന്നു. ജിന്മേം, അതിൽ സീബ്ര, ഷേർ, ഭാലു, രംഗ് ബിരങ്കി തോത്തെ, കളർഫുള്ളായിട്ടുള്ള തത്തങ്ങളുണ്ടായിരുന്നു. മോർ, മയിലുണ്ടായിരുന്നു. കബൂത്തർ, പ്രാവ്. ജൈസെ ജാൻവർ ഓർ പരിന്തെ ദേക്കിനേക്കുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് കിട്ടി അല്ലേ, ലഭിച്ച ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കൂടുതൽ നല്ല നല്ല വേർഡ്സുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാവുന്നവർ അങ്ങനെയും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ രീതിയാണ് ഈ ഒരു സഫർനാമയിലുള്ളത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് തന്നെ പഠിച്ചിട്ട് എഴുതാം. പിന്നെ നോക്കൂ, ഘൂംത്തെ ഘൂംത്തെ ഹം മൈസൂർ പാലസ് ബി ഗേ, ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് എത്തി. കഹാ ജാത്താ ഹേ കെ ഈ കൃഷ്ണ രാജേന്ദ്ര വാദ്യാർ ക ബനായ ഹുവാ ഹേ, പറയപ്പെടുന്നു ഇത് കൃഷ്ണ രാജേന്ദ്ര വാദ്യാറാണ് ഇത് പണിതിട്ടുള്ളത്. ഈ ദേക്കിനെ മേ ബഹുത്ത് ഹി ഖൂബ്സൂരത്ത്, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉസ്കി അന്തർ രാജാവും കെ ലിബാസ്, അതിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരുടെ ലിബാസ്, വസ്ത്രങ്ങൾ, ഒരു സേവറാത്തവരുടെ ആഭരണങ്ങൾ, അതേപോലെ അവർ യൂസ് ചെയ്തിട്ടുള്ള ഹത്യാറുകൾ, അവരുടെ ആയുധങ്ങൾ രഖേ ഹുയെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉസ്കെ ബാദ്, അതിനുശേഷം ഞങ്ങൾ ശ്രീരംഗപട്ടണം ഞങ്ങൾ ശ്രീരംഗപട്ടണത്തിലേക്കാണ് പോയത്. വഹാം ഷേർ മൈസൂർ ടിപ്പു സുൽത്താൻ ക കില്ല ഓർ മസാർ ദേഖ,
ഞങ്ങൾ അവിടെ നിന്നും ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ട് പോയി. ഷാം കോ വൃന്ദാവൻ പहुंचे. വൈകുന്നേരം ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിലെത്തി. അവിടെ രംഗ് ബിരംഗി ഫൂൽ और मौसीकी फुव्वारे का लुत्फ उड़ाते हुए रात के 9 बजे മൈസൂർ से घर की तरफ रवाना हुई. അതായത് അവിടെയുള്ള ആ കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൗസിക്കി ഫുവാര എന്ന് പറഞ്ഞാൽ മ്യൂസിക്കലായിട്ടുള്ള വെള്ളച്ചാട്ടം. അപ്പോൾ വാട്ടർഫാൾസ് ഉണ്ടല്ലോ നമ്മൾ പിന്നെ മ്യൂസിക് കൊണ്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ. അപ്പോൾ ആ ഒരു ലൈറ്റ് ഷോ മാതിരിയുള്ള മ്യൂസിക് കൊണ്ടുള്ള ഫവാരയും ലുത്തുഫ് ഉഡാത്തെ ഹുയെ അതും ഞങ്ങൾ ആസ്വദിച്ചിട്ട് രാത്രിയിൽ 9 ബജെ 9 മണിക്ക് ഞങ്ങൾ മൈസൂരിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു സഫർനാമ എഴുതേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. നമ്മുടെ ദരഖ്ത് കാ സായെ എന്നുള്ള ആ ഒരു കഥയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ബച്ചോസ് കഹാനിക്ക് 2 കിർദാറോം കെ നാം ലിഖിയെ. ഇതിലുള്ള 2 കഥാപാത്രങ്ങളുടെ പേര് എഴുതാനും. അതിൽ ബി ക്വസ്റ്റ്യൻ കോൺസാ കിർദാർ ആപ്കോ ജ്യാദ പസന്ത് ഹെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ഇഷാരോം കെ മദദ് സെ കിർദാരി നോട്ട് തയ്യാർ കീജിയെ. അപ്പോൾ സൂചകങ്ങളുടെ സഹായത്തോടു കൂടെ കിർദാരി നോട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഏതെങ്കിലും ഒരു കഥയിൽ കിർദാറിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. കഹാനിയിൽ കിർദാർ കാ റോൾ, കഥയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്? കിർദാർ കി ഹുസൂസിയത്ത്, ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പസന്ത് കർണയ്ക്ക് വുജുഹാത്ത്, നമുക്ക് ആ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു കിർദാരി നോട്ട് എഴുതി നോക്കാം. അപ്പോൾ ടീച്ചർ എഴുതിയിട്ടുള്ള ഒരു കിർദാരി നോട്ടൊന്ന് നമുക്കൊന്ന് നോക്കാം. ദരഖ്ത് കാ സായ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഹാനിയിൽ 3 കിർദാറുകളാണ് ഉള്ളത് അല്ലേ? ഒന്ന് ജോസഫ്, ഒന്ന് ലഡ്കി, ഒന്ന് ഈ ലഡ്കിയുടെ അച്ഛനായിട്ടുള്ള ഫറാസ് സാഹിബ്. ഇങ്ങനെ 3 കഥാപാത്രങ്ങളെയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ദാദി അമ്മയുടെ ഒരു ഡയലോഗ് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ദാദി അമ്മ അതിലൊരു ക്യാരക്ടർ അല്ല അല്ലേ? ആ ഒരു ഡയലോഗിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു കിർദാരി നോട്ട് എഴുതുക എന്നുള്ളത്. ഫസ്റ്റത്തെ 2 സെൻറ്റൻസ് നമ്മൾ ഏതൊരു കിർദാറിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കഥയിലെ കഥാപാത്രമാണ് എന്നുള്ളതും ആ കഥയിൽ ആ ഒരു കിർദാർ വളരെ പ്രാധാന്യമുള്ള ഒരു റോളാണ് നിർവഹിക്കുന്നതെന്നും അങ്ങനെ 2 സെൻറ്റൻസ് നമുക്കതിൽ നിന്ന് എഴുതാം. കഹാനി ദരഖ്ത് കെ സായെ മേ മേര പസന്ദീദ കിർദാർ ലഡ്കി ഹെ. ദരഖ്ത് കാ സായ എന്നുള്ള കഥയിലെ എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ലഡ്കിയാണ്. ലഡ്കി ഉസ് കഹാനിമേ അഹം റോൾ അദാ കർത്തി ഹെ. ആ ലഡ്കി ഈ ഒരു കഥയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോളാണ് അതിൽ വഹിക്കുന്നത്. ലഡ്കി മൾസൂം ഓർ പ്യാരി ഹെ. മൾസൂം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതും വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് ആര്? നമ്മുടെ ഈ ഒരു കഥാപാത്രത്തിലുള്ള ആ ഒരു ലഡ്കി. और वो ജോസഫ് സെ ബഹുത് ജൽദി സെ ദോസ്തി ബൻ ഗയി. അവൾ ജോസഫുമായിട്ട് വളരെ വേഗത്തിൽ തന്നെ അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലേക്ക് അവർ എത്തിയിരുന്നു. ക്യോങ്കി ബാത്ചീത് കർണേമി ബോ ബഹുത്ത് മാഹിർത്തെ. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ഫ്രണ്ട്സായി മാറിയത്? അവളുടെ ആ ഒരു ബാത്ചീത് കർണേമി, അവരുടെ ആ ഒരു സംസാരിക്കുന്നതിലുള്ള ബഹുത്ത് മാഹിർത്തെ, സംസാരിക്കാനുള്ള ആ ഒരു കഴിവിൽ അവൾ ഭയങ്കര കഴിവുള്ളവളായിരുന്നു അല്ലേ? സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് അവൾക്ക് വളരെയധികമായിരുന്നു. നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു. ലഡ്കി ഫിത്രത്ത് കോ മുഹബത്ത് കർത്തി. അവൾ പ്രകൃതിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. അവർ ബഹാദുരീസെ പേട് പർ ചടുത്തിയത്. വളരെ ധൈര്യപൂർവ്വം അവൾ ആ മരത്തിലൊക്കെ കയറുമായിരുന്നു. ഉസ്കി സാദാ അവർ മീട്ടി ബാത്തോംസ്, അവളുടെ സാധാരണ ടൈപ്പിലുള്ളതും അതേപോലെ തന്നെ മീട്ടി ബാത്ത് നല്ല മധുരമേറിയ കാര്യങ്ങളും കൊണ്ട് ഉസ്കി മൗസൂമിയത്ത്, അവളുടെ ആ ഒരു നിഷ്കളങ്കത എന്നുള്ളത് പ്രകടമായി കാണാം അല്ലേ? അതൊക്കെ പ്രകടമാകുന്നു. അവരുടെ ആ ഒരു മീട്ടി ബാത്തോം സെ അവരുടെ സാധാ അൽഫാസോം സെ ഹംകോ എ മൗസൂമിയത്ത് ജാഹിർ ഹോത്തി ഹെ, നമുക്കത് പ്രകടമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അതിൽ ഉള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് എഴുതാൻ പറ്റും. നമ്മൾ ലഡ്കിനെ കുറിച്ച് എഴുതുക അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയൊരു ക്യാരക്ടർ ഏതാണ്? ലഡ്കിയാണ്. ഇനി 16ാമത്തെ ചോദ്യം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലുണ്ട്. അതിന് 2ൻ്റെയും മത്ലബ് ടീച്ചറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് മുഴുവനായിട്ട് കാണുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഷെയർ തഫ്രീക്ക് രംഗ്, നമ്മുടെ ദർസെ അമലിലുള്ള 2 ഷെയറുകളാണ് തന്നിട്ടുള്ളത്. തഫ്രീക്ക് രംഗ് വനസൽ മിട്ടാത്തെ ചലേ ചലോ, ഇൻസാനിയത്ത് की शान दिखाते चले चलो, टूटे हुए दिलों को मोहब्बत से जोड़ दो, जौहरे अमल के अपने दिखाते चले चलो.
ഇവിടെ തഫ്രീക്ക്, രംഗ്, വനസൽ, നമ്മുടെ ആ ഒരു ദർസി തമ്മിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഷെറുകളാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ ഷെറുകളുമാണ്. അപ്പോൾ അതിൻ്റെ മത്ലബ് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അതിൽ ബി ആയിട്ട് വന്നിട്ട് നമ്മുടെ മെഹനത്തിക്ക് അസ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നസ്മിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ഷെറുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജാനെ കിത്തനെ കാണ്ടേ ടൂട്ടെ ഉൻകെ നങ്കെ പാവോമേ ഗാവു വാലെ തബ് ബൈട്ടെ ബർഗദ് की ठंडी छाओं में नायब शर को इज्जत कुव्वत देने वाले हैं जिन चेहरों पे गिरद जमी है जिन हाथों पर चाले हैं. അതായത് അധ്വാനിക്കുന്ന ആ കർഷകരെ കുറിച്ച് മസ്ദൂറോക്ക് അഹ്മിയത്തിക്ക് എനിക്ക് അസ്മത്തിക്ക് ബാരേമേ കഹത്തെ ഹെ അല്ലേ. ഇതിൻ്റെ മഫൂം നമ്മൾ ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ട് നമ്മൾ ആ ഒരു അതിൻ്റെ മത്ലബ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ മോഡൽ എക്സാമിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും. വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. എഴുതാൻ പറ്റിയ രീതിയിലുള്ള പകുതി മാർക്കിൽ കൂടുതൽ നമുക്ക് വാങ്ങാൻ പറ്റിയ എല്ലാ കുട്ടികൾക്കും അല്ലേ, എല്ലാ കുട്ടികൾക്കും പകുതി മാർക്കിൽ അധികം വാങ്ങാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് പബ്ലിക് എക്സാമിനും ഈ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ടീച്ചർ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇനി നമുക്ക് മലയാളം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അത് അടുത്ത ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശുക്രിയ. ഖുദാ ഹാഫിസ്.